കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഞാൻ മരിച്ചുപോയെന്ന് കരുതിയോ? അങ്ങനെ എനിക്ക് പോവാൻ കഴിയോ? നീ എന്തൊരു പൊട്ടിയാണടി. ഞാനങ്ങനെ ചത്തുകെട്ട് പോയിട്ടൊന്നുമില്ല. എന്റെ ഹൃദയം നിലച്ചിട്ടുമില്ല. എന്റെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ മിടിപ്പിലും നിന്നെ ഓർത്ത്, നിന്നെ മാത്രം ഓർത്ത്. നിന്നോടുള്ള സ്നേഹത്തിന്റെ ചൂടിൽ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുക. സുധീട്ടാ, മോളെ 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 എന്തു പറ്റി മോളെ? സുധീട്ടൻ സുധീട്ടൻ വന്നു. എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ കണ്ടുവച്ച മോളെ എന്താ ഈ പറയുന്നേ? അതെ സത്യവും ഞാൻ പറഞ്ഞു. വല്ല സ്വപ്നവും കണ്ടാലേ കണ്ടിട്ട് മിണ്ടാതെ കിടന്നാ പോരെ എന്റെ ദേവികേടത്തി. ഒച്ച വെച്ച് മറ്റുള്ളവരുടെ ഉറക്കം കൂടി കളയണോ? ആത്മാക്കൾ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോ കാണുന്നൊക്കെ നമുക്ക് തോന്നും. അത് നമ്മുടെ തോന്നല് മാത്രമാ. തോന്നലൊന്നുമല്ല. സുധേട്ടൻ എന്റെ അടുത്ത് വന്നു. സുധേട്ടൻ ഇപ്പോഴും ജീവനോട് ഉണ്ടെന്ന് പറഞ്ഞു. ഇതാ ഇപ്പൊ നന്നായത്.
അപമാനിച്ച് കത്തിച്ച് കലശത്തിലാക്കിയ ഒരാളും. എന്റെ ചെറുമകനാ, എന്നാലും അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഭ്രാന്ത് അല്ലാതെന്താ? മോടെ തോന്നലുകളും സ്വപ്നങ്ങളും ഒക്കെ ഇത്. നമ്മുടെ സുതി പോയി, അവനില്ല. പക്ഷെ ഈ ആത്മാവെന്നൊക്കെ പറയുന്നത് സത്യമാണല്ലോ. മോടെ അടുത്ത് തന്നെ അവനുണ്ട്. അതുകൊണ്ടാ മോക്ക് ആ സാമീപ്യം അനുഭവപ്പെടാൻ പറ്റിയത്. സ്വപ്നത്തിലെങ്കിലും എനിക്കെന്റെ കുഞ്ഞിനൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെന്നൊരു വിളിയോട് അവൻ എന്റെ അടുത്ത് വന്നിരിക്കെ. മോക്ക് അതിനെങ്കിലും ഭാഗ്യം ഉണ്ടായല്ലോ. പിന്നെ ഭാഗ്യം. അമ്മേ, ഈ അന്ധവിശ്വാസത്തിനൊന്നും വെറുതെ ചൂട്ട് കത്തിക്കാൻ നിൽക്കല്ലേ. നീ മിണ്ടാതിരിക്കടി. നിന്റെ ഏട്ടനെ പറ്റി ഈ പറഞ്ഞത്. അതിപ്പോ ഏട്ടനാണെങ്കിലും അനിയനാണെങ്കിലും പോയവര് പോയില്ലേ. അത് തന്നെ. എല്ലാവരും ഒരു ദിവസം പോവാനുള്ളവരാ. എല്ലാവരും ഒരു ദിവസം വിഷ്ണുപാദം പോവുകയും ചെയ്യും. അപ്പൊ പിന്നെ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുക. എന്താ ബഹളം കേട്ടത്? ഒന്നുമില്ല. ദേവികമോളൊരു സ്വപ്നം കണ്ട് പേടിച്ചതാ. ഓ, സ്വപ്നം കണ്ട് പേടിച്ചോ? അയ്യോ, ദേവിയേട്ടത്തി വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. എനിക്കൊന്നുമില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു ആൾക്കൂട്ടം വേണ്ട. അച്ഛനമ്മയും പോയി കിടന്നോളൂ. അതെ, സ്വപ്നം കണ്ട് പേടിച്ചാണെങ്കിൽ എനിക്കറിയുന്നൊരു തിരുമേനിയുണ്ട്. നല്ലൊരു മഠമുണ്ട്. അവിടെ പോയി ഒരു പൂജയും നടത്തി ഒരു ചരട് നമുക്ക് ജപിച്ചേട്ടാ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പൊ ഈ പാതിരാത്രി എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അതെന്താ ഏട്ടത്തി അങ്ങനെ? ഞാനും ഈ വീട്ടുകാരനല്ലേ. ഹെൽപ്പ് ലൈനാണ് 24/7. അതല്ല ഞാൻ പറഞ്ഞത്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാംന്ന്. മോള് കിടന്നോ അതോ അമ്മ കൂട്ടു കിടക്കണോ? എന്തിനാ അമ്മേ? ഞാനെന്റെ സുധിയേട്ടനെ സ്വപ്നം കണ്ടുന്നാ പറഞ്ഞത്. സുധിയേട്ടന്റെ ആത്മാവ് എന്റെ അരികിലുള്ളപ്പോ എനിക്ക് പിന്നെ എന്ത് പേടിക്കാനാ? ആരെ പേടിക്കാനാ? സുധിയേട്ടന്റെ ആത്മാവിനെ എനിക്ക് ഭയമാണോ? ഒരിക്കലുമില്ല. അമ്മ ഇത്തിരി മുമ്പ് പറഞ്ഞ പോലെ ഓരോ ദിവസം ഞാൻ കിടക്കുമ്പോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും. സുധിയേട്ടൻ എന്റെ അരികിലൊന്ന് വന്നിരിക്കണെന്ന്. ഉറങ്ങിക്കോട്ടെ പാർവതി. വാ.